ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ഇറച്ചി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗായ്സ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ 2 സബോള പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം. ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യമുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു കുക്കറിൽ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് 2 മിനിറ്റ് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന 2 സബോളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് നന്നാക്കി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് വേണ്ടവർക്ക് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ സബോളയൊക്കെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സബോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. സബോളയിൽ ആവശ്യത്തിന് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടല്ല ബീഫ് വെച്ചിട്ടായാലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളിതിലേക്ക് പിന്നെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെറും മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇളക്കി ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരിയും അതുപോലെ തന്നെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഒറ്റ വിസിലടിച്ച് എയറൊക്കെ പോയതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഒരു അടിപൊളി ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.